ഐതിഹ്യപ്പെരുമ ഊട്ടിയുറപ്പിക്കാൻ മംഗലാപുരം കോയിൽക്കുടപ്പാട് തറവാട്ടിൽ നിന്നും നീലേശ്വരം കോട്ടപ്പുറം വൈകുണ്ഠേശ്വര ക്ഷേത്രത്തിലേക്ക് തിരുവായുധങ്ങൾ എത്തിച്ചു. ക്ഷേത്രത്തിലെ നവീകരണ കലശോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് സവിശേഷമായ ചടങ്ങ് നടന്നത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. വിഷ്ണുമൂർത്തിയുടെ ഐതിഹ്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നീലേശ്വരം മുല്ലപ്പള്ളി കൊല്ലക്കൊട്ടിൽ നിന്നും പ്രാർത്ഥനാപൂർവ്വം പുതുതായി കടഞ്ഞുണ്ടാക്കി കഴിഞ്ഞ ദിവസം മംഗലാപുരത്തെ കോയിൽക്കുടപ്പാട് തറവാട്ടിലേക്ക് കൊണ്ടുപോയ തിരുവായുധമാണ് ആചാരവിധിപ്രകാരമുള്ള അവിടുത്തെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചതിനു ശേഷം വ്യാഴാഴ്ച വൈകിട്ടോടെ വീണ്ടും നീലേശ്വരത്തിന്റെ അമരഭൂവിലേക്ക് കൊണ്ടുവന്നത്. ആദ്യം തളിയിൽ ശ്രീ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിലെത്തിച്ച തിരുവായുധം പിന്നീട് കരുവാച്ചേരിയിലെ കദളികുളത്തിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നിന്നും സ്ഥാനികരുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി സ്വീകരിച്ച് ആനയിച്ചാണ് തിരുവായുധം കോട്ടപ്പുറത്തെ ശ്രീ വൈകുണ്ഠേശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചത്. കോട്ടപ്പുറം വൈകുണ്ഠേശ്വര ക്ഷേത്രത്തിലെ നവീകരണ കലശോത്സവത്തിന്റെ ഭാഗമായി നടന്ന സവിശേഷമായ ഈ ചടങ്ങ് വിശ്വാസത്തെയും പൈതൃകത്തെയും ഊട്ടിയുറപ്പിക്കുന്ന അനുഷ്ഠാനത്തിലെ അപൂർവവും അവിസ്മരണീയവുമായ കാഴ്ചാവിശേഷമായി. ക്ഷേത്രം തന്ത്രി പള്ളിക്കര പയ്യളികയില്ലത്ത് നാരായണൻ എമ്പ്രാന്തിരിയുടെ അനുഗ്രഹാശിസുകളോടെ കുന്നം ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് വൈകുണ്ഠ ക്ഷേത്രത്തിൽ കലശോത്സവം നടക്കുന്നത്. ഫെബ്രുവരി 27 രാവിലെ 11-നും 11:45-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് സുപ്രധാനമായ പ്രതിഷ്ഠാകർമ്മം നടക്കുക. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.